നോക്കില്ലേ? ജബലുൻ ജബലുൻ ജബലുൻ. എന്താ ജബലുൻ എന്ന് പറഞ്ഞാല്? ഇനി നമ്മൾ ഇഷ്ടംപോലെ മലകൾ കാണലില്ലേ? നമ്മളതില് യാത്ര പോകുമ്പോ കാണാ. ചിലപ്പോ നമ്മളെ വീട്ടിന്റെ മുമ്പ് തന്നെ ഇരുന്ന് അങ്ങനെ കൊറേ അകലെങ്ങനെ കാണാം മലകളില്ലേ? ഇനി മല കണ്ടാ നമ്മൾ എന്താ പേര് പറയാ? എന്താ പറയാ? ജബലുൻ. ഇതിൽ ചുവന്ന നിറത്തിലുള്ള ഈ അക്ഷരം മാത്രം പറഞ്ഞ സ്ഥാന് ഞാൻ കേക്കണം. ഒന്നും കൂടി ഓർക്കണേ. ഓക്കെ. ജബലുൻ ജബലുൻ ജ ജ ജി ജി ജു ജു ജ ജി ജു. ഇവിടെ വേറെ ഉണ്ട്. ജ ജി ജു ജ ജി ജു ജ ജി ജു ജീം ജീം. ഇതൊക്കെ ഈ ചുണ്ടുകൊണ്ട് പൂടണ ജീയാറ് നിക്കില്ല. അക്ഷരത്തിന്റെ പേര് പറയാൻ പറയുമ്പോ ജീം. നിങ്ങൾക്കാണോ എനിക്കാണോ? നിങ്ങൾക്കാണോ? ശബ്ദം നോക്കട്ടെ. ജബലുൻ ജ ജി ജു ജ ജി ജു ജീം. ഇവിടെ രണ്ട് മോഡൽ എഴുതിക്കണല്ലേ? ഇത് എന്താ ഇങ്ങനെ എഴുതാൻ കാരണം? എനിക്ക് മനസ്സിലായില്ല. ഒട്ടാനത് ഒറ്റക്ക് നിക്കണ അക്ഷരാണ് അല്ലെ? ഒറ്റക്ക് നിക്കുമ്പോ അങ്ങനെ നിക്ക. ഈ രൂപത്തിൽ എവിടെ കാണാ? ഒട്ടി നിക്കുമ്പോ നോക്കി നിങ്ങള് ജബലൊന്ന് ഒട്ടി നിക്കുമ്പോ ഇങ്ങനെ എഴുതാ. ഇനി ഒറ്റക്ക് ജബലെന്ന് എഴുതുമ്പോ ഓരോരോ അക്ഷരാക്കി എഴുതട്ടോ. ഓരോരോ അക്ഷരാക്കി എഴുതുമ്പോ നോക്കി നിങ്ങള് ഇതുണ്ടോ? അപ്പൊ ഇങ്ങനെ എഴുതാ. ജ ബ നോക്കിയാണ്. അപ്പൊ ഒറ്റക്ക് നിൽക്കുമ്പോ അക്ഷര അങ്ങനെ എഴുതാം. കൂട്ടി എഴുതുമ്പോ ആ രൂപം. അതിനുള്ള രണ്ട് രൂപത്തിൽ അവിടെ എഴുതുന്നത്. അപ്പൊ ഇനി ഇങ്ങനെ കാണുമ്പോൾ ജ നാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? പുള്ളി നോക്കണം. പുള്ളി നോക്കണം. എത്ര പുള്ളി ഉണ്ട് ജീമിന്? ഒരു പുള്ളി. എവിടെ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക? അതിന്റെ ഉള്ളിലല്ലേ? അപ്പൊ ഇതുപോലൊരു പുള്ളി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അക്ഷരം ജീം. അയ്മഫത്തഹിട്ട ജ, കസ്റിട്ട ജി, ലമ്മിട്ട ജു, സുക്കൂനിട്ട ജ്, തൻവീൻ ലമ്മിട്ട ജുൻ. ഇവിടെ താഴെ നോക്കി നീട്ടാൻ കൊടുത്താണ്ട് എന്താ ചോദിച്ചാ? ഫത്തഹും അലിഫും കൊടുത്ത. ഇതാ ജൂ, ലമ്മും വാവുണ്ട്. ഇതാ ജുൻ, തൻവീൻ ലമ്മുണ്ട്. ഇതാ ജ്, സുക്കൂനുണ്ട്. അപ്പൊ ഇങ്ങനെ പറയാൻ കിട്ടണം. അപ്പൊ ഇതൊക്കെ ഒറ്റക്കും കാണാ, കൂട്ടിയും കാണാ. കൂട്ടി എഴുതുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ എഴുതിയിട്ട് നോക്കിക്കോട്ടോ. ഇതുപോലെ എഴുതിയിട്ട് അതിന്റെ താഴെ ഒരു പുള്ളി ഉണ്ടോ നോക്കണം. പുള്ളി ഉണ്ടെങ്കിൽ ആ അക്ഷരം ആരാണ്? ജീം. ആരാണ്? അപ്പൊ ജബലും പാടത്തിൽ നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരത്തിന്റെ പേരെന്താ? ഉഷാറായിട്ട് പറഞ്ഞതാണ്. ഒന്നും കൂടി ഉറക്കനെ പറയണം. ജീം. ജബലും പാടത്തിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരത്തിന്റെ പേര്. അതിന് ഫത്തഹിട്ടാൽ, കസ്റിട്ടാൽ, ലമ്മിട്ടാൽ, തൻവീൻ ലമ്മിട്ടാലോ, നീട്ടാൻ കൊടുത്താലോ, നീട്ടാൻ വാവിട്ട് ലമ്മ കൊടുത്താലോ, സുക്കൂൻ കൊടുത്താലോ, ജി ജി ഇലാജ്
അല്ലേ? ജബലുൻ ജാ ജി ജു. ഓക്കെ, ഇനി നാളെ വരുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്ലേറ്റിന്റെ രണ്ട് പുറത്ത് ഈ രൂപത്തില്, ഒരു പുറത്ത് ഈ മഞ്ഞ രൂപത്തിലും ഒരു പുറത്ത് ഈ പച്ച രൂപത്തിലും എഴുതി വെക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ ഉസ്താദ് നോട്ട് ബുക്കിൽ എഴുതി തരും. നിങ്ങളൊന്ന് എഴുതി ശ്രമിക്കുക കേട്ടോ. ഉസ്താദ് കാണിച്ചു തരാ. ആദ്യം എഴുതേണ്ടത് ഈ മോഡലാണ്, ജ ജി ജു ജീം. ഒരു പുറത്ത് എഴുതേണ്ടത് ഈ മോഡലാണ്, ജ ജി ജു ജീം. അപ്പൊ ഇതെങ്ങനെ എഴുതേണ്ടത് നോക്കിക്കോട്ടോ. ആദ്യം ഈ രൂപം എഴുതുമ്പോ നോക്കി ഇവിടെ വെക്കുക പെൻസില്, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോവാ, കണ്ടോ? എന്നിട്ട് ഇങ്ങോട്ട് തന്നെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കൊട്ടയിലിട്ട് ഒരു പുള്ളി ഇവിടെ കൊടുക്കുക, ഫത്തഹ് ഇടുക, ജ. അതൊന്ന് കണ്ടോ കേട്ടോ. ജി നോക്കി ആദ്യം ഇങ്ങനെ ഇട്ടു, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, ജു ജീം. ഓക്കെ, ജ ജി ജു ജീം. ഇനി ഈ മോഡൽ എഴുതണം. അതെങ്ങനെയാണ് നോക്കി, ജ ജി ജു ജീം. ഈ രണ്ട് രൂപങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. എനിക്ക് വായിച്ചു തരുന്ന നാളെ ജ ജി ജു ജീം, ജ ജി ജു ജീം. ഇതാ ഒന്നുകൂടി നോക്കിക്കോളി. ഒറ്റയ്ക്ക് ഇതിൻ്റെ രൂപം ആദ്യം ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പുള്ളി നടക്കല്, ജീം. കൂട്ടി എത്തുമ്പോഴുള്ള രൂപം ഇങ്ങനെ കൊടുത്തിട്ട് നോക്കിയാണ് നോക്കി. ആദ്യം ഇങ്ങനെ ഇട്ടെടുക്കുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ജീം ഇങ്ങനെ ഇട്ടെടുത്ത് കണ്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ജീം. ഇങ്ങനെ എടുക്കാൻ പാടില്ല കേട്ടോ, അങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതി പോകണം. ഇനി ഇത് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു വളവ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുതി വെക്കൂലേ സ്ലേറ്റിന്റെ രണ്ട് പുറത്തും? ഓക്കെ, ഒരു പാട്ടടിക്കാൻ നിർത്തുക. ജബലുൻ 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 എന്നാൽ എന്താണ്? ജബലുൻ 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 എന്നാൽ മലയാണ്. എന്താ ജബലുൻ എന്ന് പറഞ്ഞാല്? അപ്പൊ ഇനി മല കണ്ടാൽ എന്താ പറയാ?